രാവിലെ എണീറ്റ് കുറച്ചു നേരം നിങ്ങൾ ധ്യാനമൊക്കെ പരിശീലിക്കുമ്പോണ്ടല്ലോ, പണ്ടുള്ളവർ ധ്യാനം ചെയ്യുന്നത് ഇങ്ങനെയാണ്. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യസ്വപ്നജാഗര സുഷുപ്തമവൈതി നിത്യം തദ്ബ്രഹ്മ നിഷ്കളമഹം നജ ഭൂതസംഘ. ഞാൻ ഭൂതസംഘ എന്ന്, അഹം ഞാൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ അംശം, ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്, പരമാത്മാവിൻ്റെ അംശമാണ്. അപ്പൊ അനന്തമായ ബോധശക്തിയുടെ ഭാഗമാണ് ഞാനെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതൊന്നും ഒരു വിഷമമുള്ള കാര്യമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, അവരുടെ വായ കൊണ്ട് അവർക്ക് പറയാൻ പറ്റുന്നതൊക്കെ അവർ പറയണം. ഞാനതിലെന്തിനു ബോധറിയണം? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ആര് നമ്മളെ കഴുതാന്ന് വിളിച്ചാലും പട്ടിന്ന് വിളിച്ചാലും യാതൊരു പ്രശ്നമുണ്ടാകില്ല. പക്ഷെ ഇത് പോയി കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത്, ഭഗവാൻ ഉപദേശങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഉദ്ധവരോട് പറയും, പ്രണമേ ദണ്ഡവത് ഭൂമോ ആശ്വചണ്ഡാള ഗോകരം എന്ന് പറയും. ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ 11-ാം സ്കന്ധത്തിൽ 29-ാം അധ്യായത്തില് പ്രണമേ ദണ്ഡവത് ഭൂമോ ആശ്വചണ്ഡാള ഗോകരം. ഉദ്ധവരെ ഇവിടുന്ന് പോവണം. ഭൂമിയിൽ ദണ്ഡവത് എന്ന് പറഞ്ഞാൽ നമസ്കരിക്കണം. ആരെ കാണുമ്പോ? പട്ടിയെ കാണുമ്പോ, ഗോകര കഴുതയെ കാണുമ്പോൾ ഒക്കെ നമസ്കരിക്കാനാണ് പറയുന്നത്. നോക്കൂ, ഞാൻ പറയുന്നത് ഭാഗവത്തിലുണ്ടോന്ന്. കഴുതയെ പോയി നമസ്കരിക്കാൻ പറയുന്ന ആളാണ് ഭഗവാൻ കൃഷ്ണൻ. എങ്കിലേ എന്തിനാ കഴുതയെ പോയി നമസ്കരിക്കണമെന്ന് പറയണമെന്ന് വെച്ചാൽ, ഞാൻ ഏതിൻ്റെ ഭാഗമാണെന്ന് ഏതിൻ്റെ ഭാഗമല്ല എന്ന് അപ്പോഴേ ഉറപ്പ് വരുള്ളൂ. ഞാൻ ഇതിൻ്റെ ഭാഗമല്ല, പിന്നെ എനിക്ക് നമസ്കരിച്ചു എന്ന് വെച്ചിട്ട് എന്താ കുഴപ്പമുള്ളത്? മനസ്സിലാവുണ്ടോ? നമ്മളത് മനസ്സിലിങ്ങനെ നിങ്ങൾ പരിശീലിച്ചു കൊടുത്തു നോക്കൂ, നിങ്ങൾക്ക് ഒരുവിധം ഡിസ്റ്റർബൻസുകളെയൊക്കെ മൈനസ് ചെയ്യാൻ പറ്റും. മൈനസ് പ്ലസ്. നാരായണീയം നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ഭഗവാനെ അവതരിപ്പിക്കുമ്പോൾ ആദ്യം മൈനസാ പറയാം, പിന്നെയാണ് പ്ലസ് പറയാം. നോക്കൂ നിങ്ങൾ, മൈനസ് ആൻഡ് പ്ലസ് എങ്ങനെയാ പറയുന്നത് എന്നുള്ളത് 98-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം. ഇത് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഈ ഭഗവാനെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ് ഈ മൈനസ് പ്ലസ് ആവുന്നത് നിങ്ങൾ മറക്കില്ലേ. പിന്നെ നോത്തിര്യം ജം നമർത്യം നസുരമസുരം നസ്ത്രിയം നപ്പുമാംസം നോ ദ്രവ്യം കർമ്മജാതിം ഗുണമഭി വാപിതേ രൂപമാഹു സദസജ്ജൂപമാഹു ശിഷ്ടം യസ്യാൽ നിഷേധേ നിഗമശതേ ലക്ഷണാവൃത്തിതസ്ഥൽ കൃഷ്ണേണാവേദ്യമാനം പരമസുഖമയം ബാധി തസ്മൈ നമസ്തേ. ആദ്യം തന്നെ പറയുന്നത് ന തിര്യഞ്ചം ന മർത്യം ന സുരം ന സ്ത്രീയം. എന്ന് പറഞ്ഞാൽ അതാണ് നേതി. ഇതെല്ലാം നെഗറ്റീവാണ്, മൈനസ് ചെയ്യാണ്. ഇതല്ല. ന ദ്രവ്യം, ഒരു വിഗ്രഹവുമല്ല. ന കർമ്മം, ഒരു കർമ്മവും ചെയ്യുന്ന ആളല്ല, ചോദിക്കുന്ന തരുന്ന ആളുമല്ല ദൈവം. ഒരു ജാതിയുമില്ല, ഒരു ഗുണവുമില്ല, സത്വമല്ല അസത്വമല്ല എന്ന് പറഞ്ഞാൽ ഒക്കെ അർത്ഥം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രൂപമല്ല, എന്നാൽ ഇല്ലാത്തതുമല്ല. പിന്നെ ആരാണ് ഭഗവാൻ? ശിഷ്ടം. ഇതൊക്കെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ, ഇതൊക്കെ നിഷേധേ, ഇതെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ യാതൊന്ന് ബാക്കി നിൽക്കുന്നുണ്ടോ? നിഗമശതൈ, എല്ലാ നിഗമനങ്ങളും എല്ലാ ഉപനിഷത്തുക്കളും ലക്ഷണവൃത്തി അനുമാനം കൊണ്ട് പറയുന്നത് വേദ്യമാനം, അതിനെ അറിയൂ, അതാണ് ഈശ്വരൻ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈശ്വരൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അറിവിലാണ് ഈശ്വരൻ ഉണ്ടാവുക. അറിവിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ശ്രദ്ധിക്കൂ, വളരെ ശ്രദ്ധിക്കൂ ഞാൻ പറയുന്നത്. ഇപ്പോ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ അറിവിലല്ല, വാസനയിലാണ്. യു ആർ ഇൻ യുവർ ഓൺ അക്യുമുലേറ്റഡ് ഇംപ്രഷൻസ്.
നിങ്ങൾക്കറിയില്ലേ വേറെ ആർ യു എന്നുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ വേഗം ഡിസ്റ്റർബ്ഡ് ആവുന്നത്. വാസനകളാണ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യിക്കുന്നത്. മനസ്സിലായില്ലേ? വാസനകളാണ്. നിങ്ങളൊരു സ്ത്രീയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്ത്രീ എന്ന് ഉറപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ വാസനയാണ്. നിങ്ങൾ സ്ത്രീയല്ല. നിങ്ങൾക്കൊരു സ്ത്രീ എന്നൊരു തോന്നലുണ്ട്, ഒരു പുരുഷൻ എന്ന തോന്നലുണ്ടെങ്കിൽ നിങ്ങളൊരു വാസനയുടെ ഉള്ളിൽ കുരുങ്ങിക്കിടക്കുക. ജാതി, ജോലി, സമ്പത്ത്, ഇതൊക്കെ നിങ്ങളുടെ വാസനകളിലാണ് ഇരിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്നത് ഈ വാസനയുടെ ഭാഗമല്ല. നിങ്ങളെന്ന് പറയുന്നത് അനന്തമായ ബോധത്തിൻ്റെ ഭാഗമാണെങ്കിൽ അത് അറിവിലിരിക്കണം. വാസനയിലല്ല, അത് അറിവിലിരിക്കണം. അപ്പൊ അറിവിലൂടെ വേണം നമുക്ക് നമ്മളുടെ ഐഡന്റിറ്റി ശരിയാക്കി വെക്കാൻ. അതുകൊണ്ടാണ് കൃഷ്ണേന വേദ്യമാനം. വേദ്യം എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. നിങ്ങൾ നിങ്ങളെ അറിയാൻ ശ്രമിക്കണം. നിങ്ങളെക്കുറിച്ചുള്ള അറിവ് ദൃഢമാക്കണം. സത്സംഗങ്ങളിലൂടെ നിങ്ങളത് ഉറപ്പിക്കണം. ഞാൻ ഏതിൻ്റെ ഭാഗം? ഞാൻ അനന്തമായ ബോധത്തിൻ്റെ പരമാത്മാവിൻ്റെ ഭാഗം, വാസനകളുടെ ഭാഗം അല്ല. ബാക്കിയെല്ലാം വാസനകളാണ്. നിങ്ങൾ സ്ത്രീ എന്നതും പുരുഷൻ എന്നതും ഈ കുലത്തിൽ ജനിച്ചതെന്നും ഈ ജോലി ചെയ്യുന്നതെന്നും ഒക്കെ നിങ്ങളുടെ അക്യുമുലേറ്റഡ് ആണ്. നിങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വാസനകളാണ്. ആണോ അല്ലയോ? ഓ, അങ്ങനെയല്ലല്ലോ സ്വാമി. ഒരു ആണെന്നും പെണ്ണെന്നും എങ്ങനെ വാസനയാവുക? ആണെന്നും പെണ്ണെന്നും എന്നുള്ള യാഥാർത്ഥ്യമല്ലേ? നോക്കൂ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പ്രസവിച്ചു വന്നൊരു കുട്ടിയെ സംബന്ധിച്ച് അതിന് ആണെന്നും പെണ്ണെന്നുള്ള ചിന്തയുണ്ടോ? ഉണ്ടോ? ഒരു 3-4 വയസ്സ് വരെ അതിന് ആണെന്നും അറിയില്ല, പെണ്ണെന്താണെന്നറിയില്ല. ആണോ? അതിന് ശരീരത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. പിന്നീടാണ് നമ്മൾ പറഞ്ഞ് ഉറപ്പിക്കുന്നത് പെണ്ണാണ്, ആണാണ്, ഇങ്ങനെ നടക്കരുത് എന്നൊക്കെ പറഞ്ഞ് പിന്നെയാണ് അതിൻ്റെ ഉള്ളിൽ ആണെന്നും പെണ്ണെന്നൊക്കെയുള്ള ചിന്ത വരുന്നത്. നമുക്കറിയാം, അൽഷീമേഴ്സ് തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ വന്നവർക്കും കുറേ കഴിഞ്ഞാൽ ഈ ശരീരബോധം ഉണ്ടാകുന്നില്ല. പലർക്കും ഉണ്ടാകുന്നില്ല. പക്ഷേ മനസ്സപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആണെന്നതും പെണ്ണെന്നതും ഉറപ്പിക്കുന്നത് ശരീരമല്ല, പറയൂ, മനസ്സാണെന്നുള്ള അതൊന്ന് വ്യക്തമാണ്. അനസ്തീഷ്യ തന്ന് ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആണോ അല്ല, പെണ്ണുമല്ല. നിങ്ങൾക്കൊരു ബോധവുമില്ല എന്താ ചെയ്യണത്. ആണോ അല്ലയോ? ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി വെച്ച്, അതായത് നേതി എന്നും ഇതി എന്നും, ഇതിങ്ങനെ നമ്മുടെ മനസ്സിൽ വെച്ച് നടന്നാൽ മതി. മൈനസ് ചെയ്യേണ്ടത് വാസനകളെയാണ്, പ്ലസ് ചെയ്യേണ്ടത് അറിവിനെയാണ്. ഈ യാത്ര എന്ന് പറയുന്നത് ചുരസ്യതാരാ നിശിതാദുരത്യ ദുർഗം പദസ്തത് കവയോ വദന്തി എന്നാണ്. നല്ല ഉദാഹരണമാണ്. ഇതിന് നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഇല്ല. ചുരസ്യധാര. ചുരസ്യധാര എന്ന് പറഞ്ഞാൽ ചുരകന്റെ കത്തി. ഈ ഷേവിങ് കത്തി ഉണ്ടല്ലോ, വളരെയധികം, ഞാനിതൊക്കെ നോക്കൂ, വായിക്കുമ്പോണ്ടല്ലോ, ഒരു 5000 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ബാർബർ ഷോപ്പിൽ ആളുകൾ ബാർബർ ഷോപ്പിൽ പോകുമായിരുന്നു എന്ന് പറയുന്നത് എന്തൊരു, ആ കാലഘട്ടത്തിൽ ഉപനിഷത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണത്. ചുരകന്റെ കത്തി പോലെ, അത്രയും മൂർച്ചയുള്ള സാധനം. അതിൻ്റെ മുകളിലൂടെ നടക്കുന്നത് പോലെയാണ് ആത്മീയയാത്ര എന്ന് പറഞ്ഞാൽ. അലേർട്ടായിട്ട് നടന്നിരിക്കണം. എപ്പോഴാണ് നമ്മൾ താളം തെറ്റി വീഴുക എന്നറിയില്ല. എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും നമ്മളെ ഡിസ്റ്റേബ് ചെയ്യാൻ സാധിക്കും. ഇത്തരം ക്യാമ്പുകളിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്കത് അനുഭവപ്പെടും. എനിക്കറിയാം, ബദ്രീനാഥിൽ ഞാനൊരു 8 കൊല്ലം മുമ്പ് പോയ സമയത്ത് രാവിലെ ഏർലി മോർണിംഗ് പോകാൻ വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്തു. എല്ലാം റെഡിയായി, ഒരാളെ മാത്രം കാണുന്നില്ല. അന്ന് പറയുമ്പോൾ ക്രൗഡ് കുറച്ചുകൂടി കുറവായിരുന്നു. 3-4 ബസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 100 പേരിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാളെ കാണുന്നില്ല. തപ്പി 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 ഇനി തപ്പാൻ സ്ഥലമില്ല. ഈശ്വര, ഈ മനുഷ്യൻ എവിടെ പോയി?
നമുക്കാണെങ്കിൽ ഡെസ്റ്റിനേഷനിലെത്തില്ല എന്ന് ഉറപ്പായി. അയാളെ തപ്പി സമയം പോയി. അവസാനം ഇദ്ദേഹത്തിൻ്റെ റൂമിൽ ഒന്നുകൂടി പോയി തപ്പാന്ന് കരുതി. റൂമിൽ തപ്പുമ്പോണ്ട് ആള് റൂമിലിരിക്കുന്നു. അപ്പം എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് പുറത്ത് വന്ന് ഇദ്ദേഹത്തിൻ്റെ റൂംമേറ്റ് റൂം ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇയാൾ വീണ്ടും ബാത്റൂമിൽ കയറി. അതിൻ്റെ ഇടയിൽ റൂം മറ്റേ ആളെ ലോക്ക് ചെയ്ത്, ദേ റൂം നമ്പർ 18 താക്കോല് പിടിച്ചോളൂ. എൻ്റെ ഭാരം കഴിഞ്ഞു. ആള് ബസ്സിൽ പോയിട്ട് അടിപൊളി ഭജനയും പാടിക്കൊണ്ടിരിക്കുക. അയാളുടെ ജോലി കഴിഞ്ഞു. റൂമിൻ്റെ താക്കോൽ അയാളെ ഏൽപ്പിച്ചത്. റൂം പൂട്ടി ആൾ പോരും ചെയ്തു. ഇവരുടെ റൂമിന് കഷ്ടകാലത്തിന് പുറത്തേക്ക് വിൻഡോ ഇല്ല. വിൻഡോ ബാക്ക് സൈഡിലാണ്. വാതിലിൽ മുട്ടിയ മൂന്നാമത്തെ ഫ്ലോറിലും ഒരാൾ കേൾക്കണ്ടേ, ബാത്റൂമിൽ കുരുങ്ങിപ്പോയി. ഞങ്ങൾ ചെന്ന സമയത്തിൻ്റെ ആള് കൂട്ടിലിട്ട പട്ടിയെ പോലെ അങ്ങോട്ട് ഓടണോ ഇങ്ങോട്ടുണ്ടോ അങ്ങോട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അയാളുടെ മാനസിക ടെൻഷൻ എത്ര ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത്. വന്നതും അയാൾക്ക് ഇങ്ങനെ കലി മൂത്തിട്ട് അയാളുടെ കൂടെയുള്ള ആളെ കൊടുത്താൽ മിക്സിയിലിട്ട് കൊടുത്തു കഴിഞ്ഞാലല്ലോ ജ്യൂസ് എടുത്ത് തരും അയാൾ. ആ രീതിയിലാണ് അയാൾ വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ അനുഭവിക്കാം. ഈ രൂപത്തിലാവില്ല. അപ്പോൾ അതൊന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ളത്, മനസ്സിലായില്ലേ? ഇതൊക്കെ നമുക്ക് പരിശീലനമാണ്. നേതി ഞാൻ ഇതിൻ്റെ ഭാഗമല്ല, ഞാൻ ഇതിൻ്റെ ഭാഗമല്ല. പിന്നെ ഏതിൻ്റെ ഭാഗം? ഏതിൻ്റെ ഭാഗം? അനന്തമായ പരമാത്മാവിൻ്റെ ഭാഗം. അപ്പം പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ തളരുന്നത്? എന്നെ നിലനിർത്തുന്നത് ഇതൊന്നുമല്ലല്ലോ. എന്നെ നിലനിർത്തുന്നത് പരമാത്മാവാണെങ്കിൽ ഞാൻ എന്തിന് തളരണം? നോക്കൂ, അതെന്തൊരു പോസിറ്റീവ് ചിന്തയാണ്. ആണോ അല്ലയോ? പോസിറ്റീവാണോ അല്ലയോ? ഇങ്ങനെയുള്ള സമാന ചിന്ത നോക്കൂ, ഒരു വീട്ടിൽ 2 പേർക്ക് വന്നാൽ ആ വീട്ടിൽ ഒരിക്കലും കലഹങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ കലഹങ്ങൾക്ക് കാരണം നിസ്സാര കാര്യങ്ങൾ വലുതായി കാണുന്നതാണ്. ചെറിയ ചെറിയ നിസ്സാര കാര്യം. അത് ഈഗോ ആണ്, നമുക്കറിയാം. അങ്ങനെയൊന്നും ഞാൻ വിട്ടുകൊടുക്കില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നോട് ചോദിച്ചില്ല, നിന്നോട് പറഞ്ഞു, നിന്നോട് പറഞ്ഞില്ല, നീ എന്തിനാ തക്കാളി മേടിച്ചു? ഞാനല്ലേ പറഞ്ഞു തക്കാളി മേടിക്കണം, മത്തം വാങ്ങിച്ചാൽ മതി. തക്കാളി മേടിച്ചു, അങ്ങനെ മേടിക്കാൻ പറ്റില്ല, ഞാനല്ലേ പറയണത് മത്തം മേടിച്ചാൽ മതി. പണ്ടൊരു വീട്ടിലെ കാരണവർ പറഞ്ഞതുപോലെയാണ്. വീട്ടിലെ കാരണവർ വരുന്ന സമയത്തുണ്ട് ജോലിക്കാരൻ വഴിയിലൂടെ പോകും. അപ്പം അവനോട് ചോദിച്ചു, നീ എവിടെ നിന്നാണോ വരുന്നത്? അപ്പം അവിടുത്തെ വീട്ടിൽ പോയി. എന്തിന്? പനിയാണ്, വീട്ടിലുള്ളവർക്ക് കുറച്ച് പൊടിയേരി കിട്ടാൻ. എന്നിട്ട് എന്ത് പറഞ്ഞു വീട്ടിലുള്ളവർ? ഇല്ല എന്ന് പറഞ്ഞു. ഓ, അവൾ അങ്ങനെ പറഞ്ഞു. അവൾക്ക് എന്താ ഇല്ല എന്ന് പറയാനുള്ള അധികാരം? എൻ്റെ വീട്ടിലിരുന്നിട്ട് അവൾ അങ്ങനെ പറഞ്ഞു, നീ വാ. ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി. പാവം അയാൾ മുറ്റത്ത് നിൽക്കുകയാണ്. ഇങ്ങോട്ട് ചാരുക്കസേലയിൽ ചാരി ഇരുന്ന് കാല് രണ്ടും ചാരുപടിയിലേക്ക് കയറ്റി വെച്ചിട്ട്, നീ അങ്ങനെയോ? അങ്ങനെ വിളിച്ചു പറയാൻ? ഈ വീട്ടിൽ എന്തില്ല ഉണ്ട് എന്നുള്ളത് പറയാൻ ഞാനല്ലേ യോഗ്യനായിട്ടുള്ള? അതുകൊണ്ട് ഞാൻ പറയണു, ഈ വീട്ടിൽ പൊടിയേരില്ല, നീ പോയിക്കോ. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ആളുകളുടെ ലിറ്റിൽ ഈഗോ. നിങ്ങൾക്ക് BP ഒഴിവാക്കണോ ജീവിതത്തിൽ? BP എന്ന് പറഞ്ഞാൽ ഭാര്യയെ പേടി, ഭർത്താവിനെ പേടി എന്നല്ല. BP പറഞ്ഞാൽ ഞാൻ പറയുന്നത് മെഡിക്കൽ BP, ബ്ലഡ് പ്രഷർ. ഒരു BP നമുക്ക് ആർക്കും ഒഴിവാക്കാൻ പറ്റിയ ബ്ലഡ് പ്രഷർ. മനസ്സിലായി? അതെല്ലാവർക്കും ഉള്ളതാണ്. ബ്ലഡ് പ്രഷർ ഒഴിവാക്കണമെന്നുണ്ടോ? അതിനൊറ്റ വഴിയുള്ളൂ, -+. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഒരു മിനിറ്റ്, മൈനസ് ചെയ്തേക്കാം. ഉള്ളിൽ ഉടനെ തന്നെ പ്ലസ്. ഈ സിനിമയിലൊക്കെ കണ്ടില്ലേ, കട്ട്. ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് അവർ പറയില്ലേ, എന്ത്, റെഡി കട്ട്. ഓക്കെ, ഇതേപോലെ നിങ്ങൾ പറഞ്ഞ് പഠിക്കണം. -+. ഇപ്പം തിരിച്ച് നിങ്ങൾ നാട്ടിലെത്തുമ്പം നിങ്ങളുടെ കുട്ടികളും പേരക്കുട്ടികളും ചോദിക്കും, എന്താ നിങ്ങൾ രാമായണത്തിന് പോയി പഠിച്ചത്? ഉടനെ പറയണം -+. മൈ ഗാഡ്, ഇത് പഠിക്കാൻ അതുവരെ പോയോ? 10,000-12,000 രൂപ ചെലവഴിച്ചിട്ട് ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ഞങ്ങൾ പഠിപ്പിച്ചിട്ടായിരുന്നല്ലോ.
നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇത് പറയാനുള്ളതല്ല കുഞ്ഞുങ്ങളെ, ഇത് ജീവിക്കാനുള്ളതാണ്. അവിടെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ വിജയം. അപ്പം അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുക്കണം. മൈനസ് പ്ലസ്. അങ്ങനെ പരിശീലിച്ചെടുക്കുമ്പോഴാണ് നിങ്ങളിൽ പുതിയ ഒരു ജന്മമുണ്ടാകുന്നത്. അതുകൊണ്ട് ഭാരതത്തിൽ എപ്പോഴും ഉണ്ടല്ലോ, ഈ ജന്മങ്ങൾ അനവധിയാണ്. ഒരേ ശരീരത്തിൽ നിങ്ങൾക്ക് അനവധി ജന്മങ്ങളുണ്ട്. അതുകൊണ്ടൊരു സാൻസ്ക്രിറ്റ് വാക്ക് അതിന് ഉപയോഗിക്കും, ദ്വിജൻ എന്നൊരു വാക്ക്. ദ്വിജൻ പൊതുവേ അത് ബ്രാഹ്മണാണ് എന്ന് പറയുന്നൊരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മിൻസ് എന്നാണ് വയ്ക്കാറ്. ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മിൻ എന്നല്ല അർത്ഥം. പിന്നെ എന്തുകൊണ്ട് ബ്രാഹ്മണനെ ദ്വിജൻ എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സംസ്കാരത്തിലേക്ക്, കാരണം കുട്ടികൾ ഉപനയിക്കുന്നതോടുകൂടി ഒരു സംസ്കാരത്തിലേക്ക് അവർ വളരുന്നത് കൊണ്ടാണ് അവരെ ദ്വിജൻ എന്ന് വിളിക്കുന്നത്. ആ ജന്മം കൊണ്ടല്ല, അവരൊരു സംസ്കാരം ഇനീഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ദ്വിജൻ എന്നുള്ള വാക്ക് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഉറപ്പാണ്. ദ്വിജൻ എന്നുള്ള ശബ്ദത്തിനർത്ഥം ബോൺ എഗെയിൻ എന്നാണ് അർത്ഥം. വീണ്ടും ജനിക്കുക, ബോൺ എഗെയിൻ. ദ്വി എന്നുള്ളതിന് അവിടെ അർത്ഥം എഗെയിൻ എന്നാണ്, വീണ്ടും ജനിക്കുക. അതായത് ഒരു ശരീരത്തിൽ തന്നെ നമുക്ക് വീണ്ടും ജനിക്കാൻ പറ്റും. ഈ ജന്മം എന്നത്, സാധാരണ ജന്മം എന്നത് എവല്യൂഷൻ ആണെങ്കിൽ ഇത് ട്രാൻസ്ഫോർമേഷൻ ആണെന്നുണ്ട്. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലേക്ക് ജനിക്കുന്നത് എവല്യൂഷനാണ്, പരിണാമമാണ്. ഡാർവിൻ്റെ എവല്യൂഷൻ തിയറി ശരീരവുമായി ബന്ധപ്പെട്ട്. ഇത് എവല്യൂഷൻ അല്ല, ഇത് ട്രാൻസ്ഫോർമേഷനാണ്. അതായത് ഈ ജന്മം, നേരത്തെ നിങ്ങൾ വാസനകളിൽ ജനിച്ച നിങ്ങൾ, ഇപ്പോൾ നിങ്ങൾ വാസനയിൽ നിന്നും അറിവിലേക്ക് ജനിക്കുന്നു. അപ്പൊ നിങ്ങളിൽ വാസനയുമുണ്ട്, അറിവുമുണ്ട്. അതായത് വാസനകളെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളൊരു അറിവ്. വാസനകളെ മൈനസ് ചെയ്യാനും അറിവിനെ പ്ലസ് ചെയ്യാനുമുള്ള അറിവ് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ ദ്വിജനാകുന്നത്. നിങ്ങൾക്ക് ഇവിടെ തന്നെ ദ്വിജനായി തീരാൻ പറ്റും. ഇപ്രകാരം നമ്മളിൽ ഒരു പരിവർത്തനം സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും മുമ്പ് നിങ്ങൾ അനുഭവിച്ച അതേപോലെ ആവില്ല പിന്നീടുള്ള നിങ്ങളുടെ ജീവിതം. നിങ്ങൾക്ക് തന്നെ മാറ്റം തോന്നും. ഒരു ട്രമൻഡസ് സമാധാനം, എന്താ പറയുക, ഒരു ശാന്തി. ആരുണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളെ കുറെ കഴിഞ്ഞാൽ ഇങ്ങനെ അവഗണിക്കും. നിങ്ങളൊരു ന്യൂയിസൻസായി മാറും. ചില ആളുകൾ അങ്ങനെയാണ്, ന്യൂയിസൻസായി മാറും. അവരറിയില്ല, വെറുതെ ഇങ്ങനെ കംപ്ലൈൻറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ മറ്റുള്ളവരോട് പറയുമ്പോൾ കുറേ കഴിഞ്ഞാൽ അവരെ മറ്റുള്ളവർ പതുക്കെ പതുക്കെ, ഞാൻ വെറുതെ പറയല്ല, ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ക്യാമ്പ് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം ആ അമ്മ, അവരിപ്പുറം നമ്മുടെ കൂടെ ഇല്ല, ഈ ക്യാമ്പിലില്ല, എന്നോട് പറഞ്ഞു, സ്വാമി നിങ്ങളുടെ ആളുകളോട് പറയണം, ആ ആളുടെ കൂടെ മാത്രം എന്നെ ഇടരുത്. ഹൊറിബിളാണ് അയാളുടെ കൂടെ ജീവിക്കില്ല. കാരണം സഹിക്കാൻ പറ്റണ്ടേ. ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ് ഗോസിപ്പടിച്ച് എൻ്റെ വീട്ടിലതുണ്ട്, എൻ്റെ വീട്ടിലിതുണ്ട്, മറ്റതുണ്ട്, ഞാൻ അതായിരുന്നു ഇതായിരുന്നു. കുറേ കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് അതൊരു ബോറിങ് വരും. ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞ് സമയം നമ്മൾ കൊല്ലണ്ട കാര്യമില്ല. വാസനകളെ അഗ്നിക്കിരയാക്കൂ. ഏത് അഗ്നി കൊണ്ട്? ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട്. അപ്പൊ ഈ ജ്ഞാനാഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ്, വാസന എന്ന് പറയുന്നത് മൈനസ്. അത് അലേർട്ടായി മാറണം. നമ്മൾ ഒരു വാച്ച്ഫുൾനെസ് വേണം, നമുക്കൊരു ഒബ്സർവേഷൻ വേണം. ഇതാണ് മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. മെഡിറ്റേഷൻ ചെയ്യുന്തോറും നിങ്ങളിൽ ഒബ്സർവേഷൻ കൂടും. ഒബ്സർവേഷൻ കൂടുന്തോറും അലേർട്ട്നെസ് വരും. അലേർട്ട്നെസ് വരുംതോറും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ വരും. അപ്ലിക്കേഷൻ വരുംതോറും പോസിറ്റീവ് റിസൾട്ട് വരും. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ളതാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോഴേ ഇതൊക്കെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ കടന്നു വരുന്നു. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? മെഡിറ്റേഷൻ ചെയ്യുന്തോറും ഒബ്സർവേഷൻ വരും. നമുക്ക് നമ്മളെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഒബ്സർവേഷൻ വരുംതോറും അലേർട്ട്നെസ് വരും. നിങ്ങൾ കുറേയും കൂടി ജാഗ്രതയായിത്തീരും. അലേർട്ട്നെസ് കൂടുന്തോറും
അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചെയ്യാനും പോസിറ്റീവ് ആക്കാനും നമുക്ക് സാധിക്കും. അപ്ലിക്കേഷൻ കൂടുന്തോറും നമുക്ക് പോസിറ്റീവ് റിസൾട്ട് വരാൻ തുടങ്ങും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവും, എപ്പോഴും ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ദുഃഖം എന്നത് വാസനകളിലാണ്, സന്തോഷം എന്നത് അറിവിലാണ്. ഹാപ്പിനെസ് ഓൾവേസ് ലൈസ് ഇൻ നോളജ് ആൻഡ് മിസറി ഓൾവേസ് ലൈസ് ഇൻ യുവർ ഓൺ വാസനാസ്. നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ദുഃഖിക്കുന്നോ ദുഃഖിക്കണ്ടയോ എന്ന് നിശ്ചയിക്കേണ്ടത് നിങ്ങളാണ്. വാസനകൾ കടിമപ്പെട്ടോ എങ്കിൽ നിങ്ങൾ ദുഃഖിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ അറിവിലേക്ക് ഉയരണോ എങ്കിൽ നിങ്ങൾക്ക് ദുഃഖത്തിൽ നിന്നും വേഗം പുറത്ത് കിടക്കാം. നിങ്ങളെ ദുഃഖിപ്പിക്കാൻ പറ്റില്ല. നോക്കൂ, നിങ്ങൾ എത്ര ക്ലിയർ ആണത് അല്ലേ? ഇതാണ് ഭാരത ഋഷീശ്വരന്മാർ കണ്ടെത്തിയ ട്രിക്കുകൾ മുഴുവൻ. ഇത് മുഴുവൻ നമ്മുടെ മനസ്സിൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് നിങ്ങൾ സ്പിരിച്വൽ ആവുന്നത്. അങ്ങനെ ഒരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ എന്നും ശാന്തി ശാന്തി ശാന്തി, എന്നും സമാധാനം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതുണ്ടല്ലോ, വാസ്തവത്തിൽ ഇന്ന് സൊസൈറ്റി പറയുന്നതൊന്നും 100% നമുക്ക് ട്രൂത്ത്ഫുള്ളി സാധ്യമല്ല. ഫോർ എക്സാമ്പിൾ, കമ്മ്യൂണിസം പറയുന്നു, സോഷ്യലിസം ഇംപോസിബിൾ ടാസ്ക്. 100% സോഷ്യലിസം ലോകത്തിൽ ഒരിക്കലും സാധ്യമല്ല. ഇക്വാലിറ്റി എന്നുള്ളത് ഇംപോസിബിൾ ആണ്. സ്റ്റുപ്പിഡിറ്റിയാണ് അവർ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്വന്തം വീട്ടിൽ തന്നെ നിങ്ങൾ നോക്കൂ, എല്ലാവരോടും ഒരു ട്രീറ്റ്മെന്റിൽ നമുക്ക് പെരുമാറാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ എഴുതി വെക്കാൻ പറ്റും, ട്രൂത്ത്ഫുള്ളി സാധ്യമല്ല. ഈവൻ എമംഗ് കമ്മ്യൂണിസത്തിൽ തന്നെ നോക്കൂ നിങ്ങൾ, എവിടെ ഈക്വാലിറ്റി ഉണ്ട്? ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി ഇന്ത്യൻ കമ്മ്യൂണിസം, ഐ ആം ടോക്കിംഗ് അബൌട്ട് ദി ഹോൾ കമ്മ്യൂണിസം. നമ്മുടെ ഉള്ളിലും ചിലവരോട് നമുക്ക് കൂടുതൽ അടുപ്പമുണ്ട്, ചിലവരെ നമ്മൾ ഇത്തിരി മാറ്റി നിർത്തും, ചിലവരെ നമ്മൾ വളരെയധികം മാറ്റി നിർത്തും. ഉണ്ടോ ഇല്ലയോ? എവിടെയാണ് ഈക്വാലിറ്റി നമുക്ക് സാധിക്കുന്നത്? ഈക്വാലിറ്റി സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെ വാസനകളെയും നമുക്ക് ഒരുപോലെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധ്യമല്ല.